ഇന്നത്തെ എപ്പിസോഡിൽ തളർന്ന് വീട്ടിലേക്ക് കയറി വരുന്ന ഗീതുവിനെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം എല്ലാവരും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. ഗീതുവിൻ്റെ കണ്ടപാടി പ്രിയ ഓടി വന്ന് ചോദിക്കുകയാണ്, ആഹാ രണ്ടും കൂടി ബർത്ത്ഡേ അടിച്ച് പൊളിച്ചോ, എന്നിട്ട് ബർത്ത്ഡേക്കാരൻ എവിടെ സർക്കാരത്തിൽ മുങ്ങിപ്പോയോ? അപ്പോൾ ഗീതു ഒന്നും മിണ്ടാതെ നിൽക്കണം കേട്ടോ. അപ്പോൾ വിനോദ് പറയാണ്, എന്തായാലും ഗോവിന്ദേട്ടൻ്റെ ഇത്തവണത്തെ ബർത്ത്ഡേ ഞങ്ങൾ അടിച്ച് പൊളിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഗീതു ദേഷ്യത്തോടെ വിനോദിനോട് പറയാണ്, അതിന് ആഘോഷം നടത്തേണ്ടത് നീയല്ലല്ലോ. ഇത് കേട്ട രാധികമ്മ അവളോട് ചോദിക്കുകയാണ്, നീയല്ലേ കണ്ണിനെ കൂട്ടിക്കൊണ്ട് പോയത്, എന്നിട്ട് അവനെവിടെ? അപ്പോൾ ഗീത ഇങ്ങനെ ബാഗ് എടുത്ത് തുറന്നിട്ട്, അയ്യോ ഇതിലുണ്ടായിരുന്നല്ലോ, പറന്നു പോയെന്ന് തോന്നുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേട്ട് ദേഷ്യത്തോടെ രാധികാമ്മ പറയാണ്, നീ എന്താ ആളെ കളിയാക്കണോ? നിന്റെ കൂടെ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ എത്ര തവണ വിളിച്ചെന്നറിയോ, എന്നിട്ട് ഫോൺ കിട്ടിയില്ല. അപ്പോൾ ഗീത പറയാണ്, കണ്ണേട്ടനെ നിങ്ങളോട് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല, അത് നീയാണോട് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എടുക്കണ്ടേ, എന്തെങ്കിലും ഒരു അത്യാവശ്യം കാണും, അല്ലെങ്കിൽ അവൻ എൻ്റെ കോൾ എടുക്കാതിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഗീത പറയാണ്, ഒരു അത്യാവശ്യമില്ല, വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് അനാവശ്യമായിട്ട് രാധികാമ്മയുടെ ഫോൺ കോൾ വന്നത്. ദേഷ്യം വന്നിട്ട് ഒരിടത്ത് സമാധാനം തരില്ലെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കേ, കണ്ണേട്ടൻ്റെ ഫോൺ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഫോൺ കാണിച്ചു കൊടുക്കണം കേട്ടോ. രാധികാമ്മ ഇങ്ങനെ തുറച്ച് നോക്കുവാണ് ഫോണിലേക്ക്. രേഖ അപ്പോൾ വന്നിട്ട് ഗീതുവിനോട് ചോദിക്കുകയാണ്, ഗീതു നീയും ഗോവിന്ദേട്ടനും തമ്മിൽ വഴക്കിട്ടോ, അല്ലെങ്കിൽ പിന്നെ ഫോൺ നിൻ്റെ കയ്യിൽ തന്നിട്ട് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടേണ്ട കാര്യമില്ലല്ലോ. പ്രിയയും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, എന്താ ഗീത വെച്ച് കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേഷ്യപ്പെട്ട് ഗീത പറയാണ്, എല്ലാം കൃത്യമായിട്ട് അറിയണമെങ്കിൽ നീ രേട്ടനോട് പോയി ചോദിക്കുക, അല്ലാതെ ഓരോരുത്തരുടെ മനസ്സിലേക്ക് പറയാനേ ഞാനെങ്ങനെയാ അറിയാനാ? ഇത് ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് കയറി പോകണം ഗീതു. അപ്പോൾ പ്രിയക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ. പ്രിയ ഇങ്ങനെ രേഖയോട് ചോദിക്കുന്നുണ്ട്, ഞാനെന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നൊക്കെ. അപ്പോൾ രേഖ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ പ്രിയനെ. അതിനുശേഷം രാധികാവ് പറയാണ്, കണ്ണനോട് എന്നോട് എന്തോ ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഫോൺ എടുക്കാതിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ വരുൺ പറയാണ്, എങ്കിൽ അത് അജാസിൻ്റെ പണിയാണ്, നമ്മളെക്കുറിച്ച് എന്തോ പാരാവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് ദേഷ്യപ്പെട്ട് റൂമിലേക്ക് കയറി വരുന്ന ഗീതുവിനാണ്. ഫോണും ബാഗൊക്കെ വലിച്ചെറിയാണ് കേട്ടോ ഗീതു. പെട്ടെന്ന് ഗോവിന്ദൻ്റെ ഫോണിലേക്ക് രഞ്ജുവിൻ്റെ കോൾ വരികയാണ്. ഇവളെന്തിനായിരിക്കും ഇപ്പോൾ വിളിക്കുന്നത്, ഇവളെന്തിനാണ് ഇപ്പോൾ വിളിക്കുന്നത് എന്നുള്ള രീതിയിൽ ദേഷ്യപ്പെട്ടിട്ട് കോൾ എടുക്കുകയാണ് കേട്ടോ ഗീതു. അപ്പോൾ രഞ്ജു മറുവശത്ത് നിന്ന് ഹലോ ഹലോ എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഗീതു ഒന്നും മിണ്ടുന്നില്ല. പെട്ടെന്ന് രഞ്ജുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ ഗോവിന്ദ് വാങ്ങിച്ചിട്ട് പറയാണ്, ഹലോ ഇതാരാണ് സംസാരിക്കുന്നത്, എൻ്റെ ഫോണാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എനിക്ക് തിരിച്ച് തരണം എന്നൊക്കെ പറയണം കേട്ടോ. പക്ഷേ ഗീതു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ രഞ്ജു പറയാണ്, ഹോട്ടലിൽ വെച്ചിട്ടായിരിക്കും ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക, മിക്കവാറും അത് ഗീതുവിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ ഗീതു. എന്നിട്ട് ഗീതു പറയാണ്, റോങ് നമ്പർ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. അപ്പോൾ ഗോവിന്ദ് പറയാണ്, ഇത് ഗീതുവിൻ്റെ ശബ്ദമാണല്ലോ, ഏത് ഉറക്കത്തിൽ അവരുടെ ശബ്ദം കേട്ടാലും എനിക്കറിയാൻ പറ്റും. രഞ്ജു പറയാണ്, ഞാൻ പറഞ്ഞതല്ലേ ഫോൺ അവരുടെ കയ്യിൽ തന്നെ കാണുന്നു. അപ്പോൾ ഗോവിന്ദ് പറയണം, എന്നിട്ട് അവൾ എന്നെ വിളിച്ചു പറഞ്ഞില്ലല്ലോ, ഇത്രയും വിളിച്ചതല്ലേ, അപ്പോഴെങ്കിലും അവൾക്കൊന്ന് പറയാമായിരുന്നല്ലോ. അപ്പോൾ രഞ്ജു പറയാണ്, ഹോട്ടലിൽ വെച്ചിട്ട് അവളോട് പറയാതെ പോയതിൻ്റെ ദേഷ്യമായിരിക്കും അവൾക്ക്, സാരില്ല ഫോൺ നഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനമായല്ലോ. അങ്ങനെ ഗോവിന്ദ് ആശ്വാസത്തോടെ ഇങ്ങനെ കാർ ഓടിക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത്. ശേഷം കാണിക്കുന്നത് ഗീതു ഇങ്ങനെ ഗോവിന്ദിൻ്റെ ഫോണിൽ ഫോട്ടോ നോക്കിയിട്ട് ഇങ്ങനെ പറയാണ്, ഞാൻ എത്ര അകന്ന് പോകാൻ ശ്രമിച്ചതാ, എന്നിട്ട് പിന്നെ എന്തിനാണ് നിങ്ങളുടെ കൂട്ടിക്കൊണ്ട് വന്നത്, ഞാൻ സ്നേഹിച്ച് തുടങ്ങിയപ്പോൾ എന്നിൽ നിന്ന് അകലുവാണോ, ആരവള്, എൻ്റെ പ്രണയം തകർക്കാൻ വന്ന പിശാച്, ഇങ്ങനെയൊക്കെ പറഞ്ഞ കരയുവാണ് കേട്ടോ ഗീതു. പെട്ടെന്ന് രേഖയും പ്രിയയും അങ്ങോട്ടേക്ക് കയറി വരുവാണ്. രേഖ ചോദിക്കുകയാണ്, ഗീതു എന്താ പ്രശ്നം? അപ്പോൾ ഗീതു പറയാണ്, എനിക്കൊന്ന് കരയണം രേഖേച്ചി. എന്നിട്ട് രേഖയെ കെട്ടിപ്പിടിച്ച് കരയുവാണ് കേട്ടോ ഗീതു. പ്രിയയും രേഖയും മാറി മാറി ഗീതുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ കരയുന്നത്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നൊക്കെ. പക്ഷേ ഇതൊന്നും കേൾക്കാതെ പൊട്ടി കരയാണ് ഗീതു. എന്നിട്ട് രേഖയോട് പറയാണ്, ഉള്ളിൽ രഹസ്യങ്ങൾ ഒളിപ്പിച്ച് വെക്കാത്ത എനിക്ക് മനസ്സ് തുറന്നൊന്ന് കരയാനും പറയാനും കഴിയുന്ന ഒരാളേ ഉള്ളൂ ഇവിടെ, അത് രേഖേച്ചിയാണ്. ഞാൻ പറയാം എന്താ കാരണം എന്ന്, പക്ഷേ അത് രേഖേച്ചിനോട് മാത്രമേ പറയുള്ളൂ, പക്ഷേ അതിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി അറിയാനുണ്ടെന്ന് പറയണം കേട്ടോ. അപ്പോൾ പ്രിയ ചോദിക്കുകയാണ്, ഗോവിന്ദേട്ടനാണോ ഗീത ചേച്ചി പ്രശ്നം, ഗോവിന്ദേട്ടനും ഗീത ചേച്ചിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ഞാനത് സംസാരിക്കാമെന്ന് പറയണം കേട്ടോ. അപ്പോൾ പ്രിയനോട് ഗീത പറയാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ കണ്ണേട്ടനെ എന്നെ വിഷമിപ്പിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ ശക്തമായ കാരണമുണ്ട്. അപ്പോൾ പ്രിയ പറയാണ്, ഓ അപ്പോൾ കാരണക്കാരൻ ഗോവിന്ദേട്ടൻ തന്നെയാണല്ലേ, ഇതിനും കൂടി ചേർത്തുള്ള സമ്മാനം ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ വരട്ടെ. അപ്പോൾ പ്രിയനോട് പറയാണ്, വേണ്ട നീ പെണ്ണേട്ടിനോട് ഒന്നും ചോദിക്കണ്ട, ഇത് ഇവിടെ തന്നെ ഒതുങ്ങി നിൽക്കട്ടെ, ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ട ജീവിത പാഠങ്ങളാണ്. അപ്പോൾ രേഖ പറയാണ്, പ്രിയമോളെ നീ താഴേക്ക് ചെല്ല്, ഞാൻ ഗീതിൻ്റെ കുട്ടി വരാം, മോള് ചെല്ല്. അടുത്ത സീനിൽ കാണിക്കുന്നത് ഭദ്രനെയാണ് കേട്ടോ. ഭദ്രൻ ഇങ്ങനെ കിഷോർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിലാസിനെ വന്നിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഇരുന്നാൽ മതിയോ, നമുക്ക് അർക്കലേക്ക് പോകണ്ടേ? അപ്പോൾ ഭദ്രൻ പറയും, ഞാൻ എങ്ങോട്ടേക്കുമില്ല. അയ്യോ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല, രാധികാമ്മ വിളിച്ചല്ലേ, പോയേ പറ്റൂ. അപ്പോൾ ഭദ്രൻ പറയാണ്, അവിടെ എന്താടി രാധികാമ്മയുടെ രണ്ടാം കെട്ട് നടക്കുന്നു. അപ്പോൾ വിലാസിനെ ചോദിക്കാൻ, ഇതെന്താ പെട്ടെന്നൊരു ചിഹ്നം വിളി, നിങ്ങൾക്ക് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല, ഞാൻ കാരണം മറ്റുള്ളവർക്ക് എന്ത് പറ്റുമെന്ന് മാത്രം ആലോചിച്ചാൽ മതി, നീ ഇപ്പോൾ കഴിക്കാൻ എന്തെങ്കിലും എടുത്തോക്ക്. അപ്പോൾ വിലാസിനെ ദേഷ്യപ്പെട്ട് പറയാട്ടോ, നമുക്ക് അറക്കലേക്ക് പോയേ പറ്റുള്ളൂ, ഇന്ന് ഗോവിന്ദൻ്റെ ബർത്ത്ഡേ, പുറത്ത് പറയേണ്ടെന്ന് രാധികാമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം മറച്ചു വെച്ചത്, അവൻ്റെ ബർത്ത്ഡേക്ക് നമ്മളല്ലേ മുന്നിൽ നിൽക്കേണ്ടത്. അപ്പോൾ ഭദ്രൻ പറയാണ്, ഇത് നീ നേരത്തെ പറയണ്ടായിരുന്നോ, ഗോവിന്ദൻ്റെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നമ്മൾ എന്തായാലും അവിടെ വേണം. എന്നിട്ട് മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, ഭദ്രൻ്റെ യഥാർത്ഥ സ്വഭാവം അവിടെ നിന്ന് ആരംഭിക്കാം. അടുത്ത സീനിൽ കാണിക്കുന്നത് ചെമ്പകശ്ശേരിയിലേക്ക് കടന്നു വരുന്ന വിജയലക്ഷ്മിനെയാണ് കേട്ടോ. കയറി വന്ന പാടെ ദേവിയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ് വിജയലക്ഷ്മി. എന്നിട്ട് പറയാണ്, എന്തിനാ ദേവി ശിവഗോവിന്ദനെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ വിളിച്ചിട്ട് അവൾ ഫോൺ പോലും എടുക്കുന്നില്ല, അല്ല ഗീതുവിനെ സങ്കടപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അവളുടെ വരവ്.
ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരഞ്ഞോണ്ട് വീണ്ടും രഞ്ജുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ രഞ്ജു ഫോൺ എടുക്കുന്നില്ല. അതിനുശേഷം ഗീതു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിജയലക്ഷ്മി ആലോചിക്കുകയാണ്. രഹസ്യങ്ങൾ എന്നിൽ നിന്ന് ഒളിച്ചോക്കുന്ന കാര്യമൊക്കെ ഗീതു പറഞ്ഞതും എൻ്റെ മനസ്സിലിരിക്കട്ടെ, വെളിപ്പെടുത്താത്ത ചില രഹസ്യങ്ങൾ ഗീതു പറഞ്ഞതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വിജയലക്ഷ്മി. അടുത്ത സീനിൽ കാണിക്കുന്ന സങ്കടപ്പെട്ട് റൂമിലിരിക്കുന്ന ഗീതുവിൻ്റെ അടുത്തേക്ക് രേഖ വരുവാണ് കേട്ടോ. ഗീതു, ദേ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഗ്രാൻഡായിട്ടാണ് രാധികാമ്മ ഗോവിന്ദേട്ടൻ്റെ ബർത്ത്ഡേ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് ഞാനൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ എന്ന് പറയണ ഗീതു. ദേ ഞാൻ അറിഞ്ഞത് ഗോവിന്ദേട്ടൻ്റെ ബർത്ത്ഡേ ഇതിനു മുമ്പ് ആഘോഷിച്ചിട്ടില്ലെന്നാ. മാധവ മുതലാളിയുടെ ഒരേ ഒരു മകൻ്റെ ബർത്ത്ഡേ എന്തായാലും ആഘോഷിക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ പറയാണ് ഗോവിന്ദേട്ടൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷമുള്ള കാര്യം ഞാൻ പറഞ്ഞത്. നീ ഒന്ന് വേഗം റെഡി ആയിക്കേ. അപ്പോൾ ഗീത പറയാണ് എന്തോ മനസ്സിൽ കൊണ്ട് ഈ ഫംഗ്ഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞാലെങ്കിലും നീ അല്ലേ ഗോവിന്ദേട്ടൻ്റെ ഭാര്യ, അപ്പോൾ നീ അല്ലേ മുമ്പന്തിൽ നിൽക്കേണ്ടത്. അതിന് എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ ആരും അംഗീകരിച്ചിട്ടില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ കാര്യം ഞാനല്ലേ അറിയണ്ടേ. അപ്പോൾ രേഖ പറയാണ് ഭർത്താവിൻ്റെ ബർത്ത്ഡേ അറിഞ്ഞിരിക്കേണ്ടത് ഭാര്യയുടെ ആവശ്യം, അതുകൊണ്ട് നിൻ്റെ കുറ്റമായിട്ട് ഞാൻ കരുതുള്ളൂ. അപ്പോൾ നമ്മുടെ ഗീത പറയാണ് അതെ എൻ്റെ കുറ്റമില്ലാത്ത എല്ലാവരും കൂടി ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തട്ടെ. അപ്പോൾ രേഖ പറയാണ് നമ്മുടെ ഓഫീസിലുള്ളവരെ ബന്ധുക്കളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. നീ ഇങ്ങനെ മുറി അടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അവർ വരുമ്പോൾ അവരോട് എന്ത് മറുപടി പറയും. അപ്പോൾ ഇത് പറയണമെങ്കിൽ പല്ലവേദന എടുക്കിടക്കാന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ രേഖ പറയാണ് നീ കളിക്കല്ലേ, നീയും ഗോവിന്ദൻ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം നീ മാറ്റി വെച്ചേ പറ്റുള്ളൂ. ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃക ദമ്പതികളായിട്ട് വേണം നിങ്ങൾ നിൽക്കാൻ. ഈ ഫംഗ്ഷനിൽ ഗോവിന്ദ മാധവൻ്റെ ഭാര്യ എന്നുള്ള അന്തസ്സോട് കൂടിയിട്ട് ഏറ്റവും സുന്ദരിയായിട്ട് തന്നെ നീ പങ്കെടുക്കണം. ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ ഗീതു. അടുത്ത സീനിൽ കാണിക്കുന്നത് അറക്കൽ വീട്ടിലെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അതിഥികളെല്ലാവരും എത്തുവാണ് കേട്ടോ. അപ്പോൾ രാധികാമ്മ ഇങ്ങനെ അങ്ങോട്ടേക്കും നടന്നിട്ട് ഗോവിന്ദനെ തന്നെ നോക്കിയിരിക്കുവാണ്. പക്ഷെ ഗോവിന്ദൻ എത്തണ ലക്ഷണമൊന്നും കാണുന്നില്ല. രാധികാമ്മ അപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് വരുണിനോട് പറയാണ് എത്ര നേരമായി കണ്ണനെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്, അവൻ എന്ത് ഇതുവരെയായിട്ടും വരാത്തേ. അപ്പോൾ വരും പറയാണ് എൻ്റെ ബലമായ സംശയം ഗീതു പറഞ്ഞിട്ട് ഗോവിന്ദേട്ടൻ മാറിയിരിക്കുന്നതാണെന്നാണ് തോന്നുന്നത്. അവൾ പറഞ്ഞിട്ട് അവൻ താമസിക്കാൻ വഴിയില്ല. എന്നാൽ നമുക്ക് പോയിട്ട് ഗീതുവിനോട് ചോദിക്കാം ഗോവിന്ദേട്ടൻ എവിടെയാണെന്ന്. ഉറപ്പായിട്ട് അവൾക്കറിയാം. രാധികാമ്മ പറയാണ് വെറുതെ ചോദിച്ചാൽ അവൾ പറയില്ല, പിടിച്ചിറക്കുന്ന ഒരു കീറ് കൊടുത്തിട്ട് ചോദിക്കണം. അത്രയ്ക്കും വേണോ? ഇപ്പോഴത്തെ സ്വഭാവത്തിന് അവൾ തിരിച്ചു കയറാനാണ് സാധ്യത. അവൾ നമ്മളെ കുരങ്ങ് കളിപ്പിക്കുകയാണെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു മാർക്കുമില്ല. അപ്പോൾ പ്രിയ വന്നിട്ട് പറയാണ് എന്താ അമ്മേ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഗസ്റ്റുകളെല്ലാം വന്നിട്ടും ഗോവിന്ദേട്ടൻ മാത്രം വരാതെ, അത് നീ പോയി ഗീതുവിനോട് ചോദിക്കും. അപ്പോൾ വിനോദം പറയാണ് ഇനി ഗോവിന്ദേട്ടൻ വന്നാൽ മതി, ബാക്കി എല്ലാവരും എത്തി. ആ മജാസിനൊന്ന് വിളിച്ച് ചോദിക്കും. ദേഷ്യപ്പെടാട്ടെ രാധികാമ്മ, ഞാൻ എന്താ എല്ലാവരെയും വിളിച്ചിട്ട് കണ്ണനെ കണ്ടോ എന്ന് ചോദിക്കണം. ഇനി അവന് ഇഷ്ടമുള്ളപ്പോൾ വരട്ടെ. നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടാതെ ഗോവിന്ദേട്ടൻ എവിടെയാണെങ്കിലും എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്ന് പറയാണ് പ്രിയ. രാധികാമ്മ പറയേണ്ടി ഇനിയിപ്പോൾ അവനെ അന്വേഷിക്കേണ്ട കാര്യമല്ല, നീ ചെന്നിട്ട് ഫംഗ്ഷൻ ക്യാൻസൽ ആയെന്ന് പറഞ്ഞേക്കാം. അപ്പോൾ അത് കേട്ട് ഞെട്ടി നിൽക്കണം കേട്ടോ എല്ലാവരും. അങ്ങനെ എപ്പിസോഡ് തീരുവാണ്.